പുതിയ അധ്യയന വർഷത്തിന് പ്രത്യേകതകൾ നിരവധിയാണ്. അതിൻ്റെ തുടക്കം തന്നെ പ്രവേശനോത്സവ ഗാനത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് ഈ പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു കൊച്ചുമിടുക്കി എഴുതിയ കവിതയാണ് ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം എന്ന് പറയുന്നത്. ഏതായാലും ആരാണ് എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ഒരു ആകാംക്ഷ. ഭദ്ര ഹരിയാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമുക്കപ്പോൾ ഭദ്രയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എങ്ങനെയാണ് മോളെ ഈ ഒരു മോളെഴുതിയ കവിത സെലക്ട് ചെയ്യപ്പെടുന്നത് ഈ ഒരു പ്രവേശനോത്സവത്തിലേക്ക്? ഒരു വിജ്ഞാപനം കണ്ടാണ് കവിത എഴുതിയതും അതിനകത്തുണ്ടായിരുന്നൊരു വിലാസത്തിൽ അയച്ചു. പിന്നെ കഴിഞ്ഞൊരു ദിവസം ഈ മാസത്തിൽ തന്നെ PS അച്ഛനെ വിളിച്ചിരുന്നു. അങ്ങനെയാണ് സെലക്ഷൻ കിട്ടിയ കാര്യം അറിഞ്ഞത്. ഇന്നിപ്പോൾ മന്ത്രിയൊക്കെ ഉള്ളൊരു വേദിയിൽ വെച്ച് മോൾ എഴുതിയ കവിത, ആ കവിത ഒരു സംഗീത സംവിധായകൻ ചിട്ടപ്പെടുത്തി പാടിയത് കണ്ടപ്പോൾ അത് എത്രത്തോളം സന്തോഷമായി? ഒരുപാട് സന്തോഷമായി, പറയാൻ പറ്റാത്തത്രയും സന്തോഷമായി. എങ്ങനെയാണ് മോൾ കവിത കുഞ്ഞിലെ മുതലേ എഴുതുന്ന ആളാണോ അതോ ഇങ്ങനെ ഇടയ്ക്ക് ഈ കോമ്പറ്റീഷനുകൾക്ക് വേണ്ടി മാത്രം എഴുതുന്ന ആളാണോ? അങ്ങനെയല്ല, 5ാം ക്ലാസ് മുതൽ എഴുതുന്നുണ്ട് കവിതകൾ. എന്നാൽ പിന്നെ ആ സ്വന്തം കവിതയുടെ ഒരു 2 വരി സ്വന്തം ഈണത്തിൽ തന്നെ മൂളിക്കോ? പ്രവേശനോത്സവം. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായുത്സവമേളം വരവായി കുസൃതി വിടർന്ന മിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി. എങ്ങനെയാണ് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു സന്തോഷം ഈ ഒരു വിഷയത്തിൽ? കാരണം ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. തീർച്ചയായും ഇങ്ങനെ ഒരെണ്ണം അയച്ചു എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഇതുപോലെ സെലക്ട് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ സന്തോഷമുണ്ട് സെലക്ട് ചെയ്തത്. എങ്ങനെയാണ് അമ്മ ഒരു ടീച്ചറും കൂടിയാണ്, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പ്രത്യേകത. സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ്. ഇപ്പം ഇന്നിങ്ങനൊരു വേദിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊരു വേദിയിൽ എത്തുമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പം അങ്ങനൊരു അവസരം അവൾക്ക് കിട്ടിയാൽ ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒരു ധ്വനിക്കുഞ്ഞും കൂടി ഇവിടെ ഇതെല്ലാം കേട്ട് നിൽപ്പുണ്ട്. ആളും പാട്ടുകാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയുണ്ട് ഇന്നിവിടെ? എന്തായിരുന്നു ചേച്ചിയുടെ പാട്ടൊക്കെ കവിതയൊക്കെ സെലക്ട് ചെയ്തു, അതൊരു എല്ലാവരും ഇരിക്കുന്ന വേദിയിലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. എങ്ങനെയാ വീട്ടിൽ ചേച്ചിക്കൊപ്പം പാടുവോ? പാടും. ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കേ. മഴയോട്. ശീതള ജലധാരയായി മണ്ണിന്നു ഹരിതകാന്തി പകർന്നൂരു വർഷമേ വേനലെത്തിക്കുടിച്ചു വറ്റിക്കയാണന്നു നീ സൗഭാഗ്യമൊക്കെയും കുംഭമാസക്കൊടും ചൂടിലെ താ കത്തി നിൽപ്പൂ പകലിൻ്റെ കണ്ണുകൾ വാനിലേക്കുറ്റു നോക്കിക്കിടക്കുമീ ഭൂമിയും നിന്റെ ഗാനം മറന്നുപോയി സഹ്യസാൻ നിശ്വാസമെന്ന പോൽ ഇന്നലെ വന്നണഞ്ഞ മന്ദാനിലൻ പല്ലവ കാന്തി തേടും ലതകളോ ഉടെന്നു ചൊല്ലുമീ ഇന്നു തന്നെയോ. എത്രാം ക്ലാസ്സിലാ? ഇനി 3ലാ. അതെ, ഏതായാലും ഒരു കലാകുടുംബം തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് 2 പേർക്കും കവിതയോടും പാട്ടിനോടും ഒക്കെ ഉള്ളൊരു ഇഷ്ടം തന്നെയാണ് നമുക്ക് ഇവർക്കൊപ്പം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും പ്രമോദ് പന്നിയോടിനൊപ്പം S. ഷീജ, കൈരളി ന്യൂസ്.